കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ ചരിത്രത്തിലില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാക്ഷ്യം വഹിച്ചത്. മണ്ഡലത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളായിരുന്ന പുതിയ പാലത്തെ വലിയ പാലം അടക്കമുള്ള കാര്യങ്ങൾ നിറവേറ്റിയാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ ജനവിധി തേടുക. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് നേതാക്കളായ PM അബൂബക്കറും MK മുനീറുമൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മലബാറിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഈ മണ്ഡലം വികസന കാര്യങ്ങളിൽ വളരെ പിന്നോട്ടായിരുന്നു. എന്നാൽ സൗത്ത് മണ്ഡലത്തിന് മികച്ച പരിഗണനയാണ് പിണറായി വിജയൻ സർക്കാർ നൽകിയത്. കിഫ്ബി വഴി സ്ഥലമെടുപ്പിനുൾപ്പെടെ 60 കോടി രൂപ അനുവദിച്ചാണ് പുതിയ പാലത്തെ വലിയ പാലം നാടിന് സമർപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ നിലവിൽ വന്ന 150ാമത്തെ പാലമാണിത്. ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്ന കല്ലായി പുലിമുട്ട് നിർമ്മാണം 8 കോടി രൂപ ചെലവിലാണ് പൂർത്തീകരിച്ചത്. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം MLAയും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി കോഴിക്കോട്ട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. 2 ദിവസം മുമ്പ് പുതിയ പാലത്തെ വലിയ പാലം 60 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. പാലത്തിന് മാത്രം 16.5 കോടിയും അപ്രോച്ച് റോഡുകൾക്കും മറ്റുമായി ബാക്കി ചെലവുകളാണ് അതിൽ വന്നത്. പുതിയ പാലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അരനൂറ്റാണ്ട് കാലമായി അവരുടെ മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ ജനങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി സംസാരിച്ച ഒരു വിഷയം കൂടിയായിരുന്നു അത്. ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നു. കോഴിക്കോട് സൗത്ത് ബീച്ചിലെ 33 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2 കോടി രൂപ ചെലവിൽ ഇടിയാങ്ങരക്കുളം നവീകരണ പദ്ധതി പുരോഗമിക്കുകയാണ്. തീരദേശ റോഡുകളുടെ വികസനത്തിന് 5 കോടിയിലധികം രൂപ വിനിയോഗിച്ച് മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ പ്രവൃത്തി പൂർത്തിയാക്കാനും സാധിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.